എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ബനാന ബ്രെഡ് ടോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. പിന്നെ പഴം ഒരുപാട് പഴുത്തു പോയാലും നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ ഞാനൊരു നേന്ത്രപ്പഴം, നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുണ്ട്. ഇത് തോലൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതേപോലെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പം എല്ലാം നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം വെച്ചിട്ട് ചൂടാകുമ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കതിലേക്ക് ഈ അരിഞ്ഞു വെച്ചേക്കണ പഴം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് നേന്ത്രപ്പഴം എന്നില്ല, ചെറുപഴം ഏത് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. ഏകദേശം 1 മിനിറ്റ് നേരം നന്നായിട്ടൊന്നിങ്ങനെ വഴറ്റാം. ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് പഞ്ചസാര, നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പഴം നന്നായിട്ട് ഇങ്ങനെ ഉടഞ്ഞു വരും, അതുവരെ നമുക്ക് നന്നായിട്ട് ഇളക്കാം. അപ്പോൾ ഏകദേശം പഴമൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വെന്തു. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്, നല്ല വൈറ്റ് ബ്രെഡ്. അപ്പോൾ ഈ ബ്രെഡ് നല്ല ഫ്രഷ് ബ്രെഡാവണം കേട്ടോ, എന്നാലാണ് ഇത് ശരിക്കും ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഒരു മുട്ട നന്നായിട്ടൊന്ന് അടിക്കുക. അതിലേക്ക് നമുക്ക് ഒരു 1.25 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ ഒരു 1/4 കപ്പോളം പാല്, ഇതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കുക. എന്നിട്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് നമ്മൾ ചപ്പാത്തി പരത്തണ കോല കൊണ്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഫ്രഷ് ബ്രെഡ് ആണെങ്കിലാണ് ഇതേപോലെ നന്നായിട്ട് പരത്തി കിട്ടുള്ളൂ, അതല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. നന്നായിട്ട് പരത്തിയതിന് ശേഷം സൈഡ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് വീണ്ടും നമുക്കൊന്നും കൂടി ഇങ്ങനെ നന്നായിട്ടൊന്ന് പരത്താം. അപ്പോൾ ശരിക്കും നല്ലൊരു ഷീറ്റ് പോലെ ആവും. അപ്പോൾ ഞാൻ എല്ലാം നന്നായിട്ട് പരത്തിയെടുത്തു. ഇത് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഒന്നെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണ പഴത്തിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം സൈഡ് നമ്മൾ ഈ മുട്ടയും പാലും കൂടി അടിച്ചു വെച്ചിട്ടില്ലേ, അതുകൊണ്ട് 2 സൈഡിലും നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ല ടൈറ്റായിട്ട് ഇങ്ങനെ ഇതിനെ മടക്കിയെടുക്കാം. അപ്പോൾ ഈ മുട്ടയുടെ നമ്മൾ മിക്സ് തേക്കണോണ്ട് തന്നെ നന്നായിട്ട് ഒട്ടി കിട്ടും. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇതേപോലെ തന്നെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ എല്ലാതും നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യുന്നത് ഷാലോ ഫ്രൈ ആണ്, ഡീപ്പ് ഫ്രൈ അല്ല. അപ്പോൾ ഇതിൽ നിന്ന് ഒന്ന് എടുത്തിട്ട് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചേക്കണ മുട്ടയുടെ മിക്സിലേക്ക് ഒന്ന് മുക്കി കൊടുക്കുക. അതിന് ഒരു പാൻ വെച്ചിട്ട് ചൂടാവുമ്പോൾ 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ നല്ല ബട്ടറിൻ്റെ മണം കിട്ടുകയും ചെയ്യും, നല്ല ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന് ശേഷം നമ്മൾ ഈ ബ്രെഡ് ഇതിലേക്ക് ഒന്ന് മുക്കിയിട്ട് നമ്മൾ വെച്ച് കൊടുക്കാം. ഫ്ലെയിം വന്നിട്ട് നമ്മൾ സിമ്മിൽ വെച്ചാൽ മതി. ബ്രെഡും മുട്ടയാണ്, അത് കാരണം പെട്ടെന്ന് കരിയും. അപ്പോൾ നമ്മളിതെല്ലാം വെക്കുമ്പോൾ നമ്മൾ സിമ്മിൽ തന്നെ വെച്ചാൽ മതി. തീ എല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലാക്കാം. അതിന് ശേഷം നമുക്ക് ഒരു സൈഡ് നന്നായിട്ട് മൊരിക്കുക. അതിന് ശേഷം അത് മറിച്ചിട്ടിട്ട് 2 സൈഡും നന്നായിട്ട് മൊരിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതെല്ലാം മറിച്ചിടാം. കണ്ട, അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ മൊരിഞ്ഞാൽ മതി. ഇനിയിപ്പോൾ എല്ലാം മറിച്ചിട്ടതിന് ശേഷം ആ മറ്റേ സൈഡും ഇതേപോലെ തന്നെ ഒന്ന് മുരിഞ്ഞ് കിട്ടണം. അപ്പോൾ ഇനി നമുക്ക് തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ 2 സൈഡും നന്നായിട്ട് വെന്ത് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മളുടെ ബനാന ബ്രെഡ് ടോസ്റ്റ് റെഡിയായി. ഇത് എല്ലാവർക്കും ഇഷ്ടമാവും, നല്ല സ്വാദുണ്ട്. ഇത്തിരി പഴുപ്പ് കൂടിയാലും നമുക്കത് അറിയാൻ പറ്റില്ല, കാരണം പഞ്ചസാരയിൽ നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കുമ്പോൾ അതും നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിൻ്റെ കൂടെ, ബ്രെഡിൻ്റെ കൂടെ. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.